സാക്ഷാൽ വി.ഡി. സതീശൻ ഈ നാട് കേൾക്കാൻ കാത്തിരിക്കുന്ന ശബ്ദമായി കോൺഗ്രസ് അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രി പോലും ആയേക്കാവുന്ന സാക്ഷാൽ സതീശൻ എന്ത് കാര്യവും പറയുമ്പോൾ അംഗവിക്ഷേപം നോക്കിയാൽ കൃത്യമായ നിലപാടുകൾ പറയുന്നു എന്ന് തോന്നിപ്പിക്കുന്ന സതീശൻ ഈ സംസ്ഥാനത്തിനെ വലിയ രീതിയിൽ എന്നെ കേൾക്കൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാം ചെയ്ത് സാധിച്ചു തരാമെന്ന് പറയുന്ന സതീശൻ പുതുയുഗ യാത്രയിൽ കോൺഗ്രസിന്റെ നിലപാട് പറയാൻ ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുത്തിരിക്കുന്ന ആളൊരുത്തൻ എന്താ യുഗ യാത്രയിൽ ഇന്നലെ ചെയ്തത്? ഒരു സ്ത്രീ വന്നിട്ട് ഒരു പരാതി കൊടുക്കുകയാണ് സതീശന്. പരാതി സ്വീകരിക്കുമ്പോ നാടിനെ കേൾക്കുന്ന നേതാവിന്റെ ബോഡി ലാംഗ്വേജ് കൺസീവ് ചെയ്ത സതീശൻ ഷാനിമോൾ ഉസ്മാന്റെ ഇടത് വലത് വശത്തേക്ക് കസേരയിട്ട് ചേർന്നിരുന്നിട്ട് ആരും കാണാതെ ത്രിവർണ പതാകയുടെ കളറുള്ള ഷാളുണ്ടല്ലോ, ആ ഷാളിന്റെ ഇടയിലൂടെ കീറിക്കളയുകയാണ് ആ പരാതി, മുഖത്തടിക്കുകയാണ് ജനത്തിന്റെ. ആരെയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്? ആരെയാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കേണ്ടത്? ഒരു പ്രസ്ഥാനത്തിന്റെ ആളൊരുത്തനായി, ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവായി കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്ന വി.ഡി. സതീശൻ ഈ നാട്ടിലെ ഒരു പൗര ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് എന്തുമാവട്ടെ കടലാസിൽ എഴുതി അവരുടെ ഒരു നിവേദനം പോലെ കൊടുത്തിട്ട് 10 മിനിറ്റ് അതിനെ കയ്യിൽ പിടിച്ച് അതിനെ പേഴ്സണൽ സ്റ്റാഫിനൊന്ന് കൊടുത്ത് അല്ലെങ്കിൽ ആ സ്റ്റേജിൽ മറ്റുള്ളവർ പ്രസംഗിക്കുന്ന സമയത്ത് അതൊന്ന് തുറന്നു നോക്കാൻ കഴിയാതെ മടക്കി വെച്ച പേപ്പർ അതുപോലെ തന്നെ കീറിക്കളയുന്ന സാക്ഷാൽ സതീശന്റെ പുതുയുഗ യാത്ര. കൂട്ടരെ, നമ്മൾ കാത്തിരിക്കുന്നത് ഏത് ഭരണമാറ്റത്തിനാണ്? ഈ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF സർക്കാർ മാറി ഇവിടെ വരേണ്ടത് UDF കോൺഗ്രസ് നയിക്കുന്ന പ്രസ്ഥാനങ്ങളാണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോ ഈ നാടിനെ എന്റെ നേരെ നോക്കൂ എന്ന് പറയുന്ന ആ ജാഥയുണ്ടല്ലോ, ആ ജാഥയുടെ ഫ്രണ്ടിൽ ഹൃദയഭാഗത്ത് സ്റ്റേജിൽ കസേരയിട്ടിരുന്നിട്ട് സതീശൻ കാണിച്ച ഈ വൃത്തികേട്, ഈ സാക്ഷാൽ ഇത്രയും വലിയ വൃത്തികേട് ഒരു നേതാവ് കേരള ചരിത്രത്തിൽ, രാഷ്ട്രീയ കേരളത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അത്രമേൽ വലിയ കൊഞ്ഞനവും പുച്ഛവും ഈ മനുഷ്യ മനസാക്ഷിയുടെ മേൽ നോക്കി കാണിക്കുന്ന സാക്ഷാൽ സതീശനാണ് അവരുടെ റോൾ മോഡലെങ്കിൽ, അവരുടെ വക്താവെങ്കിൽ, നിലപാട് പറയാൻ ഐക്യജനാധിപത്യ മുന്നണി നിയോഗിച്ചിരിക്കുന്ന ആളെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കുക? 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന കോൺഗ്രസ് UDF സംവിധാനങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ എവിടെയായിരിക്കും നമ്മൾ എത്തിപ്പെടുക എന്ന് കൃത്യമായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് യുഗയാത്രയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ.